പ്ലീസ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ മുകളിൽ പോയിട്ട് മിററിൽ കാണിച്ചു തരാം. ഇപ്പം ഞാൻ നിൽക്കണത് ഇവിടെ വെളിയിലാണ്. പ്ലീസ് ഇതോ അവിടെ എന്തോ വീടെടുത്ത് നിൽക്കണം. ഓക്കെ, എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കണമെങ്കിൽ മിറർ വേണ്ടി വരും. ഇപ്പം എന്തായാലും മിറർ വന്നിട്ട് കാണിക്കാം. ഹായ് കാണി. ഹായ് ഗെയ്സ്. ഇപ്പം ഞാൻ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഇത് നസറിയാണ് ഔട്ട്ഫിറ്റ്. ഇപ്പം ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കാണുന്നുണ്ടോ? കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ടൈപ്പ് ഇങ്ങനത്തെ ഷർട്ടും ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു ബൂട്ട് കട്ട് പാൻറ്റും ഒരു ചെൽസി ബൂട്ട്സ്, ഇതൊക്കെ തന്നെ ഗെയ്സ്. പിന്നെ ഇതാണ് നിസ്വാൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഉമ്മയുടെ ഔട്ട്ഫിറ്റ്, ബ്ലാക്ക് സാരി. പിന്നെ ഇതാണ് ആപ്പാടെ ഔട്ട്ഫിറ്റ് ഗെയ്സ്. എൻ്റെ ആണ് നല്ല ഔട്ട്ഫിറ്റ് ഗൈസ്. പിന്നെ ഗൈസ് ഇത് ദീദിയുടെ ഔട്ട്ഫിറ്റാണ്. എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഐ ലുക്ക് സോ ബ്യൂട്ടിഫുൾ അല്ലേ? യെസ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ വെയിലുണ്ടായിരുന്നെ ഇതിടായിരുന്നു. ഹായ് ഗൈസ്, ഇതാണ് എൻ്റെ തങ്കപ്പെട്ട അനിയൻ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം വലിയൊരു കഴിവുള്ള ഒരു ഇത് ഇൻഫ്ലുവൻസറാണ് ഗൈസ്. 60K ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറാണ്. ഓ അത്ര ഞാനാണ് ആക്ച്വലി. അതുകൊണ്ട് നമ്മുടെ അനിയൻ ആയതാണ് ഇവന്റെ ഏറ്റവും വലിയ ഭാഗ്യം. പറയാൻ ഇതാണ് നമ്മുടെ കുടുംബവിളക്കിലെ കുടുംബവിളക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഷാറുഖ് ഖാൻ വരൂ. ഇതാണ് ഗൈസ് നമ്മളെ കൂട്ടത്തിലെ ഷാറുഖ് ഖാൻ. നിന്റെ ഔട്ട്ഫിറ്റിനൊക്കെ പറയാം. ഞാൻ ഇവരെല്ലാരെയും കാട്ടി നല്ല ഭംഗിയുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്ത ചാച്ചിയുടേത്. എന്താണ് ഔട്ട്ഫിറ്റിൽ പറയാനുള്ളത്? എല്ലാവരും ഇവരെ ഫാമിലി ഫുൾ ഒരു ടൈപ്പ് ക്രീം ഡ്രസ്സാണ് ഗൈസ്. പരിചയപ്പെട്ടിയ വ്ളോഗിൽ മറ്റേ അന്നത്തെ കടയുടെ കോണർ. ഞാൻ നിഹാലിന്റെ ചാച്ചി. ഇപ്പം എല്ലാവരും ഇവിടുന്ന് ഇറങ്ങാറായി, എല്ലാവരും പോകുന്നുണ്ട്. ഇതാണ് ഗൈസ് നസ്രിയെ കാണിച്ചല്ലോ. ഇതാണ് ഗൈസ് നസ്രിയ. എന്തിനാണ് എന്തിനു പറയാൻ ഒന്നും അറിഞ്ഞൂടാ. എന്തിനു പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗുഡ് ഐ തിങ്ക്. എന്തായാലും ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, എന്തായാലും ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ എന്തായാലും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും അവിടെ നിൽക്കുകയാണ് ഗെയ്സ്. ഇപ്പോൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും വന്നിട്ടേക്ക് നമ്മൾ അകത്ത് പോകണത്. ഇപ്പോൾ എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് ഗെയ്സ്. ഇപ്പോൾ നമ്മൾ എന്തായാലും അകത്ത് കയറിയിട്ടുണ്ട്. അബ്ദുൽ വയ കയറിയില്ല. അബ്ദുൽ വയ ഇറങ്ങുമ്പോഴേക്കും നമ്മൾ ഹോളിൻ്റെ അകത്ത് കയറണം ഗൈസ്. അതുവരെ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഗൈസ്. ഗൈസ് ഇപ്പം നമ്മൾ എന്തായാലും എല്ലാം കഴിഞ്ഞ് അബ്ദുൽ ബേദം അങ്ങ് ഇരിപ്പുണ്ട്. നമ്മളിവിടെ ഇരിക്കാൻ ഇവിടെ ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ആപ്പ, ഇത് എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. ഗെയ്സ് അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുക്കലും പരിപാടിയും കഴിഞ്ഞെല്ലാം നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അകത്ത്. ഞാനും ആ നൈസിനെ തലവേനെടുത്തിട്ട് ഒരു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഗെയ്സ്. ഇവിടെ ഒരു ചായ കുടിച്ച് പതുക്കെ അകത്ത് കയറാം ഗെയ്സ്. അത്യാവശ്യം തിരക്കുണ്ട് ഗെയ്സ് അകത്ത്. ഗെയ്സ് പിന്നെ അകത്താണെങ്കിൽ എനിക്ക് ആൾക്കാർ ഒരു വ്ളോഗ് എടുക്കാൻ ഒരു ഇതുണ്ട് ഗെയ്സ്. ഞാൻ അതൊന്നും സീനില്ല. ഞാൻ വെളി വന്ന് ഇത്രയും ക്രൗഡിൽ വ്ളോഗ് എടുക്കണുണ്ട്. സീനൊന്നുമില്ല. ഉള്ള കൈ പൊള്ളി. അപ്പോൾ ശരി എന്നാൽ ഇത് കുടിക്കട്ടെ ഗെയ്സ്. അങ്ങനെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ അടുത്തുള്ള ഒരു ചായക്കടയാണ് വന്നിരിക്കുന്നത് ഗെയ്സ്. ഒരു കഫേയിലാണ് വന്നിരിക്കുന്നത് ഗെയ്സ്. അങ്ങനെ ഈ കഫേ ഒന്ന് കാണിച്ചു ചെറുതായിട്ട് അങ്ങോട്ട്. അതാണ് ഗെയ്സ് നമ്മൾ
നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റിൽ വന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ സ്റ്റേയിലോട്ട് പോകാൻ പോണെയാണ്. സമയം 10:06 അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു കഫേയിലാണ് ഗേസ്. ഇപ്പോൾ തലവേദന കാണാൻ വന്ന് ചായ കുടിക്കണം. എല്ലാവരും ഉണ്ട് ഗേസ്. പിന്നെ നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഗൈസ്. വന്ദേ ഭാരതിലാണ് തിരിച്ച് പോകുന്നത്. പിന്നെ ഈ ബ്ലോഗ് ഇരുന്ന് എഡിറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു കണ്ടന്റ് എടുക്കാൻ പ്ലാനാണ്. മറ്റേ ഹൂനോസ് ബെറ്റർ പറ്റുമോ നോക്കട്ടെ ഗൈസ്. എനിക്ക് നല്ല തലവേദന ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങി നേരെ സ്റ്റേയിലോട്ട് പോകണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ചായ കുടിച്ചിട്ട് ഈ സമയം കുറേ നേരത്തിന് ശേഷം നമ്മളെന്തായാലും അവിടുത്തെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്തുള്ള ജ്യൂസ് കുടിക്കാൻ വന്നിട്ടുണ്ട്. വീണ്ടും ഇവിടെ തന്നെ വന്നിട്ടുള്ളത്. എന്തായാലും ഇവിടെ നേരെ ജ്യൂസ് കുടിക്കണം ഗൈസ്. ഇന്നലെ ഞാൻ മാംഗോ ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്കായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എന്തായാലും നല്ല ടയർഡാണ് ഗൈസ്, ഉറക്കം വരണം. അപ്പോൾ എന്തായാലും അടുത്ത വീട്ടിൽ കാണാൻ ഗൈസ് ചലഞ്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല ടയർഡായിരുന്നു. പിന്നെ വേറെ കുറേ ലേറ്റായി കയറി വന്നപ്പം. അപ്പോൾ അതൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും